കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശ്രീ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞങ്ങള് രണ്ടുപേരും നല്ലപോലെ ആലോചിച്ചിട്ടാ ഒരുമിച്ച് ജീവിക്കാന്ന് തീരുമാനിച്ചത്. വിധി എന്താണെന്നും ഈശ്വര തീരുമാനം എന്താണെന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് വിനയനോടൊപ്പം ആയിരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ സർ, എന്റെയും തീരുമാനം അത് തന്നെയാണ്. പരസ്പരം ഒരു ഉപാധികളും ഇല്ലാതെയാണ് ഞങ്ങൾ സ്നേഹിച്ചത്. മുന്നോട്ടുള്ള യാത്രയുടെ ബലവും അത് തന്നെയാ സർ. ഞങ്ങളുടെ രണ്ടുപേരുടെയും വീടുകളിൽ എതിർപ്പ് പറഞ്ഞപ്പോ കൃഷ്ണയാ പറഞ്ഞത് ഇവിടെ വന്ന് സാറിനെയും ഭാര്യയും കണ്ടാൽ നടക്കുമെന്ന്. നിങ്ങളുടെ സ്നേഹത്തെ പറ്റിയും കൃഷ്ണ പറഞ്ഞിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയവും ഒത്തുചേരലുമാണ് ഇക്കാര്യത്തിൽ ഞങ്ങളുടെ പാഠപുസ്തകം. അതാ സർ ഞാൻ കൂടി ഇവിടേക്ക് വന്നത്. ഒരിക്കലും കൃഷ്ണയെ മറന്ന് എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല സർ, ഉറപ്പ്. മതി, ഇത്രയും കേട്ടാ മതി. രണ്ടുപേർക്കും പരസ്പര ഇഷ്ടവും വിശ്വാസവും ഉള്ള സ്ഥിതിക്ക് ഇനിയും ഞാൻ നിന്റെ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ എന്ത് കൂട്ടുകാരിയാ ഞാൻ? അതുമാത്രല്ല, എന്റെയും രവിസാറിന്റെയും പ്രണയത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളല്ലേ നീ? അപ്പോ നീ ചെയ്തതിന് നന്ദി പോലെ ഒരു പ്രത്യുപകാരമായി ഞാനും സാറും നിങ്ങളുടെ കാര്യം പറഞ്ഞ് ശരിയാക്കാൻ നോക്കാം. ഞങ്ങളുടെ എത്രയോ നല്ല നല്ല മുഹൂർത്തങ്ങൾക്കും പിണക്കങ്ങൾക്കും സാക്ഷിയായ ആളല്ലേ നീ? പല ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാനും സാറും തിരിച്ചു ഈ ഉപകാരം ചെയ്യണ്ടേ? നമ്മുടെ സന്തോഷം നമ്മുടെ തീരുമാനം. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കുന്നത് നമ്മൾ എടുക്കുന്ന ദൃഢമായ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. അല്ലേ സർ? എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട് പോയിട്ട് വരാം കൃഷ്ണ. ജോഗിങ്ങിന് പോയി അപ്പാടെ വിയർപ്പാ. നീ ചെന്ന് ഫ്രഷ് ആവാ, ഞാൻ നിന്നെ വിളിച്ചോളാം. ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ എല്ലാ സഹായത്തിനും ഞങ്ങൾ ഉണ്ടാവും കൃഷ്ണ. വിനയന്റെ വീട്ടിൽ ഞാൻ സൗകര്യം പോലെ സംസാരിച്ചോളാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ചായ കുടിച്ചിട്ടോണേ. മോളെ കൃഷ്ണ, കാര്യങ്ങളൊക്കെ നല്ലപോലെ കലാശിച്ച സ്ഥിതിക്ക് ഇനി ഒരു ചായ ആകാം അല്ലേ? സുകന്യ, ചായ എടുത്തോളൂ. ശരിയമ്മേ. ഇരിക്കും മോനെ. ശ്രീലക്ഷ്മി,
പലപ്പോഴും തന്റെ സംസാരവും പ്രവൃത്തിയും ഇടപെടലുമെല്ലാം എന്റെ ശ്രീലക്ഷ്മി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ തന്നെ താഴത്തെ എന്നോട് പറഞ്ഞ കാര്യം ഞാനാകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. സാറിന് അങ്ങനെ തോന്നിയല്ലേ? എനിക്കറിയാൻ തോന്നുന്നു. സാറിന് മാത്രല്ല, എല്ലാവർക്കും തോന്നണം ഞാൻ ശ്രീലക്ഷ്മിയാണെന്ന്. അതല്ലേ എന്റെ ഒരു വലിയ ദൗത്യം തന്നെ. സത്യം പറഞ്ഞ സാറിന്റെ ഈ വാക്കുകള് കൺമണി എന്ന അഭിനേത്രിക്ക് കിട്ടിയ വലിയൊരു അംഗീകാര. ശരിക്കും ഇപ്പോഴൊരാശ്വാസമായത്. സാറിന് അങ്ങനെ തോന്നിയെങ്കിൽ ബാക്കി എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരു തരത്തിൽ ആലോചിച്ച വലിയ തമാശയത് വേറൊരാളായി എന്നെ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത്. ലക്ഷ്മി എങ്ങനെയായിരുന്നെന്നൊക്കെ കേട്ടറിവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തും വരട്ടെ എന്നുള്ള ധൈര്യവും. അതെന്തായാലും ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിയതില് എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്ക് പലപ്പോഴും മനസ്സിലാവുന്നുണ്ട് ശ്രീലക്ഷ്മി എന്തായിരുന്നെന്നും എങ്ങനെയായിരുന്നെന്നും. പക്ഷെ ഒരിക്കലും എനിക്കെങ്ങനെ ആവാൻ കഴിയില്ലെന്നും അറിയാം. ഭർത്താവ് സ്നേഹത്തോടെ വന്ന് കോരിയെടുക്കുന്ന, തലമുടിയിൽ തഴുകി അവളെ സ്നേഹിക്കുന്ന, ചെവിയിൽ വന്ന് രഹസ്യം പറഞ്ഞ് അവളെ ചിരിപ്പിക്കുന്ന, പ്രശ്നങ്ങളിൽ നെഞ്ചോട് ചേർക്കുന്ന ഒരു ഭർത്താവിനെ ശ്രീലക്ഷ്മി ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ കൺമണി ജീവിച്ചതും ജീവിക്കുന്നതും ആ ചുറ്റുപാടുകളിലല്ലല്ലോ സർ. ജനസമൃദ്ധിയുള്ളൊരു പെണ്ണായിരുന്നില്ലേ ശ്രീലക്ഷ്മി? ഞാനോ ഇന്നല്ലെങ്കിൽ നാളെ പടിയിറങ്ങേണ്ടവളാ. അതിനിടയിലേക്ക് വലിയ ബന്ധങ്ങൾക്ക് ഞാൻ നിൽക്കില്ല. എനിക്കറിയാം ശ്രീലക്ഷ്മി സാർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളുടെ സാമീപ്യം സാർ ആഗ്രഹിക്കുന്നു. വരും എന്ന് സാറിന്റെ വിശ്വാസം. നിങ്ങളുടെ പ്രണയത്തെ ദൈവത്തിന് പോലും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ്. രവിയില്ലാതെ ശ്രീലക്ഷ്മി ഇല്ല എന്ന സാറിന്റെ ഉറപ്പ്. അത് തെറ്റില്ല. വരും സർ, ശ്രീലക്ഷ്മി വരും. സാറിനെ പോലെ ഞാനും വിശ്വസിക്കുന്നു. ശ്രീലക്ഷ്മി തിരികെ വരും എന്നൊരു വിശ്വാസം എനിക്കില്ല. കാരണം വരാൻ വേണ്ടി മാത്രം എന്റെ ശ്രീലക്ഷ്മി എന്നിൽ നിന്നും എങ്ങും പോയിട്ടില്ല. വാക്കുകൊണ്ട് എത്ര ആവർത്തി മാറ്റി പറഞ്ഞാലും മനസ്സുകൊണ്ട് ഞാൻ തിരിച്ചറിയുന്നുണ്ട് എന്റെ ശ്രീലക്ഷ്മിയെ. താൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 4 ചുവരുകളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, താൻ എന്റെ ശ്രീലക്ഷ്മിയാണെന്ന്. സർ, ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും സാറിന് മനസ്സിലാവില്ല. സാറ് ശ്രീലക്ഷ്മി എന്ന ആളിൽ കുടുങ്ങിക്കിടക്കുക. സാർ ഒന്ന് റിലാക്സ് ആവ്. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം.
പലപ്പോഴും ശ്രീലക്ഷ്മിയുടെ കയ്യിൽ ഞാനിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ശ്രീലക്ഷ്മി ഒരു പ്രത്യേക ഭാവത്തോടെ നോക്കാറുണ്ട്. ഇങ്ങനെ ഇതുപോലെ. രണ്ട് നിശ്വാസങ്ങൾ ഒന്നാകുന്ന ഇത്ര അടുത്ത് ഞാനും ശ്രീലക്ഷ്മിയും കണ്ണിൽ നോക്കി നിന്നിട്ടുണ്ട് കുറെ നേരം. അന്നും ശ്രീലക്ഷ്മിയുടെ കണ്ണുകളിൽ ഞാൻ കണ്ട രവിയോടുള്ള ഇഷ്ടം തന്നെയാണ് ഇപ്പോ ഈ കണ്ണുകളിലും ഞാൻ കാണുന്നത്. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കടുത്തു പോയി. ഞാനും ശ്രീലക്ഷ്മിയും മാത്രമാകുമ്പോ ഞാൻ അവൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമുണ്ട്. ശ്രീലക്ഷ്മി രവിയിൽ നിന്നും ഒരു ചുംബനം ആഗ്രഹിക്കുന്നുണ്ട്. എന്താ സാർ ഇത്? ദയവായി ഇത്തരം കാര്യങ്ങൾക്ക് സാറിനെ നിർബന്ധിക്കരുത്. ഞാൻ ശ്രീലക്ഷ്മി അല്ല, കൺമണിയാ. ഇപ്പോഴും സാറിനത് മനസ്സിലാവാത്ത എന്താ? പിന്നെന്താ താൻ എന്നെ തടയാതിരുന്നത്? കൺമണിയാണെങ്കിൽ ഞാൻ തന്റെ ദേഹത്ത് തൊടുന്ന നിമിഷം താൻ ഇങ്ങനെ ആയിരിക്കില്ല എന്നോട് പ്രതികരിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആ ഒരു സംശയം കൊണ്ട് സാറ് കാട് കയറണമെന്നില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാനും ഒന്നുമില്ല. എന്റെ കൺമണിയുടെ വേഷവും സംസാരവും ഒക്കെ മാറിയ കൂട്ടത്തില് കൺമണി മാറിയെന്ന് കൂട്ടിക്കോ. ആ ഒരു ചട്ടക്കൂടിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോ ഇങ്ങനെ ആവണം ഒരു പെണ്ണെന്ന് എനിക്കും തോന്നി. എന്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കില് എന്റെ ശരീരത്തിൽ കൈവച്ചവൻ പിന്നെ ആരുടെ ശരീരത്തിലും കൈവയ്ക്കില്ല. അതാ ഞാൻ പറഞ്ഞ മാറ്റം. കൺമണിയെ കണ്ടപ്പോ സാറിനുണ്ടായ മാറ്റമില്ലേ, അതുപോലെ സാർ എന്നെ തൊട്ടെന്നും കരുതി എന്ത് പ്രശ്നം വരാനാ? പക്ഷെ പരിധിക്കപ്പുറം പോയ ഏത് പെണ്ണും പ്രതികരിക്കും പോലെ ഞാനും പ്രതികരിക്കും. പക്ഷെ എനിക്ക് സാറിനെ വിശ്വാസം. ഞാൻ ശ്രീലക്ഷ്മിയാണോ കൺമണിയാണോ എന്നറിയാൻ ഒരു പരീക്ഷണം നടത്തിയതല്ലേ സാറ്? ആ സംശയം സാറിന്റെ മനസ്സിലുള്ളിടത്തോളം കാലം എനിക്ക് സാറിനെ ഒരു പേടിയില്ല. സാറ് ശ്രീലക്ഷ്മി അല്ലാതെ വേറെ ആരെയും ആ സ്ഥാനത്ത് കാണുകയില്ല. രവിക്കും ശ്രീലക്ഷ്മിക്കും ഇടയിൽ ഈ കൺമണിയെ പ്രതിഷ്ഠിക്കരുത് സർ. നിങ്ങളുടെ ഉടലുകളെ അകന്നിട്ടുള്ളൂ, ഉയരുകൾ തമ്മിൽ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട്. സാറ് സാറിന്റെ ഇഷ്ടത്തെ മാത്രം പിന്തുടർന്നാ മതി. നഷ്ടങ്ങളെ മറികടക്കാൻ അത് ധാരാളം. ഞാൻ കൺമണിയാണെന്നുള്ള തിരിച്ചറിവ് എനിക്കും, ഞാൻ ശ്രീലക്ഷ്മിയാണെന്നുള്ള സംശയം സാറിനും. പ്രണയവും സംശയവും ഒരുമിച്ച് മുന്നോട്ട് പോവില്ല സർ. രൂപം കൊണ്ടായാലും കൺമണിയും ശ്രീലക്ഷ്മിയെ പോലെ ഒരു പെൺകുട്ടിയാണ്. അവളുടെ സിരകളിൽ പ്രണയം കുത്തി നിറച്ച് അവളെ ഒരു ഭ്രാന്തിയാക്കരുത്. വൈകാതെ സാറിന്റെ ശ്രീലക്ഷ്മി തിരികെ വരും. സാറിന്റെ സങ്കടങ്ങളെല്ലാം മാറും, എനിക്ക് ഉറപ്പാ.
എൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും നിന്റെ അത്ര ദൂരമേ ഉള്ളൂ ശ്രീലക്ഷ്മി. സംശയത്തിന്റെ മറ നീക്കി നീ പുറത്തു വരുന്നതും കാത്ത് രവിവർമ്മ നിൽപ്പുണ്ട്. ഋതുഭേദങ്ങൾ എത്ര മാറിയാലും ആ കാത്തിരിപ്പ് തന്നെയാണ് ഇനി എൻ്റെ ജീവിതവും. യമുന, ഭക്ഷണം കൊണ്ടുവാ. വിശന്നിട്ട് തല ഇറങ്ങുന്നു. വേറെ ആരുമില്ലേ എനിക്ക് ഭക്ഷണം കൊണ്ടുവരാൻ? അതെന്താ രഘു? ഞാൻ വിളമ്പി തന്ന രഘു കഴിക്കില്ലേ? ഇല്ല. നിങ്ങളാണോ ഇവിടുത്തെ സെർവന്റ്? അല്ലല്ലോ. അവർക്കകത്ത് വേറെ ജോലിയുണ്ട്. സെർവന്റ് വിളമ്പി തന്നാ മാത്രമേ രഘു കഴിക്കുള്ളോ? സെർവന്റ് തന്നെ വേണോന്നില്ല, നീ ആയാലും മതി. ഓ, പറയുന്ന പോലെ ഞാനും ഇവിടുത്തെ ഒരു സെർവന്റ് ആണല്ലോ. യൂണിഫോം ഇല്ലെന്നല്ലേ ഉള്ളൂ. നീയേ വെറുതെ അവരുമായി നിന്നെ താരതമ്യപ്പെടുത്തണ്ട. അവര് നല്ല പോലെ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ. ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അത് ജോലിക്കാരിയെ പോലെയാണ് കാണുന്നതെന്ന് നിനക്ക് ഇപ്പൊ തോന്നിയില്ലേ? അവിടെ തുടങ്ങുന്നുണ്ട് ഒരു ഭാര്യ എന്ന നിലയിലുള്ള നിന്റെ പരാജയം. ശരി, എന്റെ ജയപരാജയത്തിന്റെ കണക്ക് അവിടെ നിക്കട്ടെ. ഇപ്പൊ എന്താണ് പ്രശ്നം? എന്റെ അമ്മ ഭക്ഷണം എടുത്തു തന്നാൽ എന്താണ് കുഴപ്പം? ഗായത്രി അമ്മയെ പോലെ തന്നെയല്ലേ? അല്ല, ഒരിക്കലും അല്ല. അതെ, എന്റെ അമ്മ എടുത്തു തരുന്ന ഭക്ഷണത്തില് സ്നേഹം ഉണ്ടാവും, വാത്സല്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മതിയായാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അല്ലാതെ നിന്റെ അമ്മയെ പോലെ ദുർമുഖവുമായിട്ടല്ല ഭക്ഷണം എടുത്തു തരേണ്ടത്. സ്നേഹവും വാത്സല്യവും കുറച്ച് കുറഞ്ഞാലും ഇതും അമ്മ തന്നെയാ. രഘു വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതാ. ഇപ്പോഴും ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. നിന്റെ കടമയാണ് എനിക്ക് ആഹാരം വിളമ്പി തരേണ്ടത്. അത് നീ വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, നിന്റെ അമ്മ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ്. വന്നതിന് ശേഷമുള്ള കഥകള് ഞാൻ പറയണ്ടല്ലോ. നീ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ ഓക്കെ. നീ നോക്കി നിൽക്കുകയും നിന്റെ അമ്മ എനിക്ക് ഭക്ഷണം എടുത്ത് തരികയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സംസാരിക്കേണ്ടി വന്നത്. ചുരുക്കി പറഞ്ഞ, ഇല്ലാത്ത സ്നേഹവും കൊണ്ട് എന്നെ ഊട്ടാൻ വരണ്ട എന്ന്. സമാധാനത്തോടെ വല്ലതും കഴിക്കാൻ വന്നാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ നാശം പിടിക്കാൻ. യമുന, ആ, ഇതെടുത്ത് ആ ബേസിനകത്തിട്ടേക്ക്.